ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൂഫി വിത്ത് കാരു. നമ്മുടെ ട്രിപ്പിൻ്റെ പാർട്ട് 2 വിശേഷങ്ങൾ കാണാം ഗായ്സ്. വെൽക്കം. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങൾ എണീച്ചു. രാവിലെ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഗായ്സ്. അപ്പോൾ പറഞ്ഞതുപോലെ മോർണിംഗ് വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു 10:30 11 ഞങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. എന്നാലേ സൺഡേ വൈകിട്ട്, അതായത് ഈ ദിവസം വൈകിട്ട് ഞങ്ങൾക്ക് നേരെ ട്രിവാൻഡ്രത്ത് എത്താൻ പറ്റും. ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പായിരുന്നല്ലോ ഞാൻ പറഞ്ഞതുപോലെ. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? സർപ്രൈസ് ഡേ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് മോർണിംഗ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വീക്കെൻഡാണ് പോയതെങ്കിലും ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഒത്തിരി പേര് കാണും എന്നായിരുന്നു. പക്ഷേ അവിടെ ഒരു 3 or 4 ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഭയങ്കര റഷും ബഹളവും ഒന്നുമില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയിരുന്നു. ട്രിപ്പ് എല്ലാം കഴിഞ്ഞു ഗൈസ്. പോവാൻ സമയമായി. പോവാൻ തോന്നണില്ല? നിങ്ങൾക്ക് തോന്നണം? എനിക്ക് പറ്റില്ല. തോന്നണ ചുമ്മാറിന് പോണല്ലോ. അപ്പം നമ്മൾ ടാറ്റ പോകുന്നു ഗൈസ്, വീട്ടിലോട്ട്. ബൈ ബൈ പറ. ബൈ. അപ്പോൾ നമ്മുടെ താമസിച്ച റൂമിനോട് നമ്മൾ ടാറ്റ പറഞ്ഞിറങ്ങി. വീണ്ടും എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഒരു അടിപൊളി കാം ആൻഡ് ക്വൈറ്റ് ട്രിപ്പായിരുന്നു. പോകുന്നതിൽ ഇപ്പം നമുക്ക് ആ ട്രിപ്പിൽ നിന്ന് ഇങ്ങനെ ട്രിപ്പ് തീർന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ചെറിയൊരു മിസ്സിങ് ഫീലിംഗ് ഒക്കെ ഉണ്ട്. ഓഫ് കോഴ്സ് അത് വേണമല്ലോ, എങ്കിലല്ലേ നമ്മൾ ഇനിയും ട്രിപ്പുകൾ പോവുള്ളൂ. ചെക്ക് ഔട്ട് ചെയ്ത് നമ്മൾ അവിടുത്തെ സ്റ്റാഫ്സിനോടൊക്കെ താങ്ക് യു ഒക്കെ പറഞ്ഞ് നമ്മുടെ ഫീഡ്ബാക്കൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ നിന്ന് നേരെ നമുക്ക് 2 ഡെസ്റ്റിനേഷൻ കവർ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഒന്ന് പരുന്തുംപാറ വ്യൂ പോയിൻറ്റും പിന്നെ പാഞ്ചാലിമേട് വ്യൂ പോയിൻറ്റും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് പരുന്തുംപാറ വ്യൂ പോയിൻറ്റിലേക്കാണ്. ഇവിടെ സെറീൻ ഹൊറൈസൺ റിസോർട്ടിൽ നിന്ന് ഒരു 23 കിലോമീറ്റേഴ്സാണ് ഈ പരുന്തുംപാറ വ്യൂ പോയിൻറ്റ് വരുന്നത്. ഞാനും കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല, ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം. പോകുന്ന വഴിയാണ് ഈ ഇൻട്രസ്റ്റിംഗ് കാഴ്ച ഞാൻ കാണുന്നത്. വണ്ടികളൊക്കെ മറ്റേ അസംബ്ലിക്ക് പിള്ളേർ നടന്നു പോകുന്നത് പോലെ ക്യൂ ആയിട്ട് വളരെ അനുസരണയോടുകൂടി പോകുന്നത് കണ്ട് എനിക്കത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഗുഡ് ബോയ്സ് ആൻഡ് ഗുഡ് ഗേൾസ്. ഞാനേ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും കൂടി ഭയങ്കരമായിട്ട് തളർന്നു പോയി പണി ചെയ്ത്. അവരുടെ കയ്യിലൊന്നുമില്ല. അപ്പൂപ്പനാണെങ്കിൽ വിയർത്ത് കുളിച്ച് പണി ചെയ്തിട്ട് അപ്പൂപ്പന്റെ കയ്യിൽ ഒരു തോക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ തോക്ക് വെച്ച് അപ്പൂപ്പന്റെ വിയർത്തൊക്കെ തുടച്ചു കളയും. എങ്ങനെ? ഇതൊക്കെ ചീള് ക്വസ്റ്റ്യൻ. അപ്പൂപ്പ ആ തോക്ക് വെച്ചിട്ട് വെടിവെക്കും. എന്നിട്ട് ആ ടിഷ്യൂ എന്ന് വെടിവെക്കുമ്പോഴത്തേക്ക് ആ ടിഷ്യൂ വെച്ച് തുടയ്ക്കും. ഇതൊക്കെ നമുക്ക് അറിയാം കേട്ടോ. നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഇല്ല. അങ്ങനെ സംസാരിച്ച് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പരുന്തുംപാറ വ്യൂ പോയിന്റ് എത്തി ഗൈസ്. ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മുടെ പൊന്മുടിയൊക്കെ അല്ലേ, പൊന്മുടിയുടെ കുറച്ചുകൂടെ ഗ്രീനറി ഉള്ള വേർഷൻ. ഒത്തിരി ദൂരം നടന്നു പോയി കാണുന്നവരുണ്ട്. നല്ല വ്യൂ പോയിൻ്റ് അങ്ങ് അറ്റത്ത്, അതായത് നല്ല പോയിന്റിൽ ചെന്ന് കാണുന്നവരുണ്ട്. ഞങ്ങൾ അത്രത്തോളം നടന്നൊന്നും പോയില്ല. ഞങ്ങൾക്ക് ഫോട്ടോ കിട്ടാനുള്ള കുറച്ച് സ്ഥലം നോക്കി. നല്ല കാറ്റായിരുന്നു, എല്ലായിടത്തും ഭയങ്കര കാറ്റാണ് കേട്ടോ. പിന്നെ ഇല്ലേ, ഈ മലയുടെ ഇടയിൽ ഇപ്പോൾ എൻ്റെ ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാ, മലയുടെ ഇടയിൽ ഈ വൈറ്റ് കളർ ഇങ്ങനെ ലൈൻ പോലെ നമുക്ക് കാണാൻ പറ്റും. അത് ഈ ദൂരെ കാണുന്ന വെള്ളച്ചാട്ടമാണ് കേട്ടോ. അത് ഭയങ്കര രസമാണ് കേട്ടോ ദൂരെ നിന്ന് കാണാൻ. പിന്നെ ഞാൻ
എൻ്റെ ഏട്ടായി എൻ്റെയും ഫോട്ടോയും വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ അവിടെ നിന്ന് ചേട്ടന്മാരും ചേച്ചിമാരോടും കൂടി നമ്മുടെ ഫോട്ടോ എടുത്ത് തരാൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞ ആ വൈറ്റ് ലൈൻ നിങ്ങൾ കാണുന്നുണ്ടോ? പിന്നെ അധിക സമയം നമ്മളവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം നമുക്ക് ആ സമയം, അത് ഉച്ചയോട് അടുപ്പിച്ച് ആ സമയം നമ്മളവിടെ നിന്ന് തിരിച്ചാലേ രാത്രിയോടുകൂടി നമുക്ക് വീടെത്താൻ പറ്റൂ. പിന്നെ എനിക്കൊരു പാണ്ട ബിയറിൻ്റെ ഏട്ടായി മേടിച്ചു തന്നു കേസ്. യെസ്, ദിസ് ഈസ് ഓൾസോ റൊമാൻറ്റിക്. അവിടെ നിന്ന് ഒറ്റ സ്ട്രെച്ചിന് ട്രിവാൻഡ്രം വന്നു. ഞങ്ങൾ രാത്രി 9 മണിയോടോട്ട് ട്രിവാൻഡ്രം എത്തി. ഇച്ചിരി ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ ടാറ്റാ.